ഊതി തിന്നോ അണ്ണാക്കുള്ളൂ. രസണ്ടോ? ചവച്ചോ അതിന് കൊള്ളാം. അപ്പൊ ഈ കടി എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ? എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷെ എല്ലാവരും ഉണ്ടാക്കിയാൽ ഭക്ഷണം ഒരുപോലെ ആവോ? ഇല്ല. അതിനെന്ത് വേണം? കൈപ്പുണ്യം വേണം അല്ലേ? പക്ഷെ ആരുണ്ടാക്കിയാലും രുചിയുള്ള ഒരു കടി പറഞ്ഞു തരട്ടെ. ഇതിന് കൈപ്പുണ്യോ കൈമുടുക്കോ ഒന്നും വേണ്ട. കാരണം നമ്മളിതിൽ കൂട്ടുന്ന സാധനങ്ങൾക്ക് തന്നെ അത്രയും ടേസ്റ്റാണ്. ഇത് വെറുതെ തിന്നാനും രസമാണ്. പക്ഷെ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ട് ഒരു വൈകുന്നേരം കടിയാക്കാൻ പോവാ. ഇതാണ് നമ്മളെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്, തേങ്ങയും ബെല്ലവും. ബെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര കേട്ടോ. ഇത് തേങ്ങ നല്ല ചിരവി എടുത്തിട്ട് ശർക്കര കുത്തിയിടാം, ശർക്കര പാനിയാക്കി തേങ്ങയെല്ലാം ഒഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. മൂന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് എന്താ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞുതരാം. ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് പൊടികൾ നമ്മൾ പാകം ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കണേ. പൊടി നമ്മൾ ഇച്ചിരി വെള്ളവും ഉപ്പും ഇട്ടിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് തന്നെ തിന്നും ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളെ ഇന്നത്തെ താരം, നമ്മളെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, നമ്മളൊരു വാഴൻ്റെ ഇലയിലേക്ക് ഇട്ട് പരത്തി തേങ്ങയും വെല്ലവും ഫില്ലിംഗ് ആക്കി വെച്ച് ചുട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവിയിൽ വെച്ചിട്ടും എടുക്കാം, നല്ല രുചിയാണ്. ഇതുണ്ട് നോക്കട്ടെ. എപ്പൂടി സൂപ്പറാ. സൂപ്പർ. ചാൻ്റെ കൂടെ എന്താ കണ്ണ കണ്ടോ?